ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണുകളെ അടച്ച് കരങ്ങളെ കൂപ്പി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മറ്റൊരു ദിവസത്തിൽ ഈശോയെ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ദൈവോന്മുഖമായി ജീവിക്കുവാൻ, സ്വർഗം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന, ധ്യാനിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കുവാൻ, സഭയിലും സമൂഹത്തിലും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. മക്കളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ചാണ്, തിരുപ്പട്ടത്തെക്കുറിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുപ്പട്ടത്തിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് കണ്ടത്? 2 പൗരോഹിത്യം. പുരോഹിതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപിൽ വയ്ക്കപ്പെട്ടവൻ. നമുക്ക് ലഭിച്ചിരിക്കുന്നത് പൊതു പൗരോഹിത്യമാണ്. ഇനി വരുന്നത് എന്താണ്? ശുശ്രൂഷ പൗരോഹിത്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പൊതു പൗരോഹിത്യം. ഇനി വരുന്നത് ശുശ്രൂഷ പൗരോഹിത്യം. ഒരു പുരോഹിതന് ലഭിക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ശുശ്രൂഷ പൗരോഹിത്യം എന്താണ്? ശരിക്കും എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷ പൗരോഹിത്യം ഈശോയുടെ കൂടെ ആയിരിക്കുവാനാണ്. 4 കാര്യങ്ങളാണ് ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഓർമ്മിക്കേണ്ടത്. 1, ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് വിളിക്കപ്പെടുന്നു, പത്രോസിനെ പോലെ. പഠിപ്പിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ. ഈ വിളിയാണ് ക്രിസ്തു പ്രത്യേകം വിളിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നത്. ആരംഭത്തിലെ കാര്യം ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക. പത്രോസിനെ വിളിക്കുമ്പോൾ 100, 200, 300 പേരെ കടപ്പുറത്തുണ്ടായിരുന്നു. പക്ഷെ പത്രോസിനെയും അന്ത്രോസിനെയും മാത്രമല്ലേ വിളിച്ചുള്ളൂ? എന്ത് എല്ലാവരെയും വിളിച്ചില്ല? അതിൻ്റെ അർത്ഥം ഇതാണ്: പത്രോസിലൂടെയും അന്ത്രയോസിലൂടെയും ബാക്കിയുള്ളവരിലേക്ക് എത്തുന്നതാണ് ദൈവത്തിൻ്റെ പഠനമേഖല. അപ്പം നമ്മളെ വിളിക്കുന്ന പുരോഹിതനിലൂടെ, നമ്മുടെ അടുത്തേക്ക് വിളിക്കപ്പെടുന്ന പുരോഹിതനിലൂടെ നമ്മളിലേക്ക് യേശു എത്തുന്നു. എല്ലാവരിലേക്കും യേശു എത്തുന്നത് വിളിക്കപ്പെട്ട ചില വ്യക്തികളിലൂടെയാണ്. ഈ ബോധ്യത്തോടുകൂടി വേണം നമ്മൾ പൗരോഹിത്യത്തെ കാണാനായിട്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 14, 15 തിരുവചന ഭാഗങ്ങളിലാണ് ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ വിളിക്കുന്നത് തന്നോടുകൂടെ ആയിരിക്കുവാൻ, പ്രസംഗിക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അവൻ 12 പേരെ നിയോഗിച്ചു. അപ്പോയിന്റ് ചെയ്യുക എന്നത് 12 പേരെ നിയോഗിച്ചു. അപ്പോൾ ഈ പൗരോഹിത്യത്തിന്റെ വലിയ പ്രത്യേകതകളൊന്നും നിയോഗിക്കപ്പെട്ടിരിക്കുക. ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ അച്ഛനെ ആരാണ് നിയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റണം, മർക്കോസിന്റെ സുവിശേഷം 3, 14, 15 പ്രകാരം എന്തിനാണ്? നമ്മോട് കൂടെ ആയിരിക്കുവാൻ, പ്രസംഗിക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ ഈശോ കൊടുത്ത അധികാരമാണ്, സഭയ്ക്ക് കൊടുത്ത അധികാരമാണ് പൗരോഹിത്യത്തിൻ്റെത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകകളിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന ശുശ്രൂഷ പൗരോഹിത്യമുള്ള അച്ഛന്മാരെ അല്ലെങ്കിൽ പുരോഹിതരെ അനുസരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് കടമയുണ്ട്. ഇനി പൗരോഹിത്യം അറിയപ്പെടുന്നത് ഏതൊക്കെ മേഖലകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ പേരുകളിലാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കണ്ടേ? അത് നോക്കാം. സ്ലീഹന്മാരുടെ സഹശുശ്രൂഷകരായിട്ടാണ് ഇവരറിയപ്പെടുന്നത്. 1 പത്രോസ് 5:2 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അപ്പം ഒരച്ഛൻ നമ്മളെ വഴക്ക് പറയുമ്പോൾ നമ്മളോട് പറയുകയാണ്, ഇന്ന മാർഗത്തിൽ നടക്കുന്നത് ശരിയല്ല, നീ മദ്യപിക്കുന്നത് ശരിയല്ല, നീ നുണ പറയുന്നത് ശരിയല്ല. ഇത് ഏത് അധികാരത്തിലാ? വളരെ വ്യക്തമായിട്ട് 1 പത്രോസ് 5:2 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ എന്ത് ചെയ്യണം? പരിപാലിക്കണം. അപ്പൊ അധികാരത്തിന്റെ മേലെ തന്നെ അവർ പറയുന്നത്, സുവിശേഷം കൊടുത്തിരിക്കുന്ന അധികാരത്തിലാണ് പറയുന്നത്. ഈ സ്ത്രീഹന്മാരുടെ കൈവെപ്പ് വഴിയാണ് ഈ ശുശ്രൂഷകരെ ഇവർ അഭിഷേകം ചെയ്തിരിക്കുന്നത്. സ്ത്രീഹന്മാരുടെ പിൻഗാമികൾ ആരാ? മെത്രാന്മാരുടെ കൈവപ്പ് വഴിയായിട്ടാണ് പൗരോഹിത്യത്തിൽ ഈ അധികാരം ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സ്ത്രീഹന്മാരുടെ പിൻഗാമികൾ മെത്രാന്മാരാണ്. മെത്രാന്മാരുടെ കൈവെപ്പ് വഴി എന്ത് ലഭിച്ചിരിക്കുന്നു? പൗരോഹിത്യം ലഭിച്ച് ഈ അധികാരം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു തിരുവചനം കൂടി ഒന്ന് ഓർത്തിരിക്കുക. 2 തിമോത്തി 6:16. 2 തിമോത്തി 6:16 എന്താ വെച്ചിരിക്കുന്നത് അറിയോ? എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പത്രോസ് പറയുന്നതാണ്. അപ്പം ഈ ഒരു തിരുവചനം കൂടി ഓർത്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം, അതായത് കൈവെപ്പിലൂടെ പത്രോസ്ലീഹ കൊടുത്തിരിക്കുന്ന ദൈവിക വരം തിമോത്തിയോസിനോട് പറയുന്നു, ഉജ്ജ്വലിപ്പിക്കണം. അപ്പം നമ്മുടെ പുരോഹിതർക്ക് ഈ അധികാരം ലഭിച്ചിട്ടുണ്ട്. തിരുപ്പട്ട ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് കൈവെപ്പ് ശുശ്രൂഷ അറിയപ്പെടുന്നതും. സാറ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നലെ വരെ നമ്മുടെ ഒപ്പം നമ്മുടെ തോളത്ത്
കൈവച്ച് നടന്ന നമ്മുടെ ഒരു സുഹൃത്ത് നാളെ ഒരു MLA മന്ത്രിയോ ഒക്കെ ആയി. അയാളുടെ ഡെസിഗ്നേഷൻ മാറിയല്ലേ, പദവി മാറി. കാര്യം പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തൊക്കെയാ. അത്രയും നാൾ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പം മാറി. ഇപ്പം നമ്മൾ അയാൾ പറയുന്നത് കേൾക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് പൗരോഹിത്യം. ഇന്നലെ വരെ നമ്മുടെ ഒപ്പം നടന്ന നമ്മുടെ കൂട്ടുകാരൻ വെള്ളക്കുപ്പായം ഒക്കെ ഇട്ട് ദേ അച്ഛനായി, അധികാരം ലഭിച്ചു, യേശുവിലേക്ക് വിരൽ ചൂണ്ടാൻ പോവുകയാണ് നമ്മളെ. ഇതാണ് വഴിയെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതനുസരിക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, ഈ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പദവി ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, അധികാരമുള്ളവനാണ്. അവൻ്റെ ആ പദവി വെച്ചിട്ടാണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്ന ആ പദവിയിലാണ് അവൻ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. വീണ്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു കാര്യമാണ്, സ്ലീഹന്മാരുടെ പിന്തുടർച്ചയാണ്. കുദാശകളെല്ലാം പൂർണ്ണമാക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയാണ്. പൗരോഹിത്യം സ്ലീഹന്മാരുടെ പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ പൗരോഹിത്യത്തെ അല്ലെങ്കിൽ ഈ കുദാശകളെ പരികർമ്മം ചെയ്യുവാനായിട്ടാണ് പൗരോഹിത്യം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. കുദാശകൾ പരിപൂർണമാക്കപ്പെടുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി അയോഗ്യനാണെങ്കിലും ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അയാളുടെ ശുശ്രൂഷകൾ പൂർണ്ണമാക്കപ്പെടുന്നു. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈശോ ആദ്യം വിളിച്ച 12 അപ്പോസ്തലന്മാരിൽ ആർക്കെങ്കിലും വലിയ ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു? ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു. മീൻപിടുത്തക്കാരും സംസാരിക്കാൻ അറിയാത്തവരും ഒക്കെ ആയിട്ടും അവർ ഈശോയുടെ ശിഷ്യന്മാരായി, അവർ മനുഷ്യരെ പിടിച്ചു. നമ്മൾ അടുത്തു വരുന്ന പൗരോഹിത്യ ശുശ്രൂഷയിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന വ്യക്തിക്ക് അയോഗ്യതകൾ ഉണ്ടെങ്കിലും അയാളുടെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ്, പരിശുദ്ധാത്മാവാണ്. അവരുടെ യോഗ്യതകളിലൂടെ അല്ല നമ്മൾ യേശുവിനെ കാണേണ്ടത്, യേശുവിന്റെ വാഗ്ദാനത്തിലൂടെ വേണം. അതാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിലെ അപ്പൻ നമ്മളെ വഴക്ക് പറയും, അതുകൊണ്ട് അപ്പൻ അപ്പനല്ലാതാവോ? നമ്മുടെ അപ്പൻ നമ്മളെ തല്ലും, അപ്പൻ അപ്പനല്ലാതാവോ? ഇടവക വികാരി ആരാന്നാ പറയേ? അദ്ദേഹം ആത്മീയ പിതാവാണ്. ഇടവക നമ്മുടെ വീടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലീഹന്മാരുടെ പിന്തുടർച്ചയായിട്ടുള്ള ഈ പൗരോഹിത്യത്തിലെ കുറവുകളെ കാണാതെ ശരിക്കും വാഗ്ദാനത്തെ, അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ് ഈ കുദാശ പൂർണ്ണമാക്കപ്പെടുന്നുള്ള ബോധ്യത്തോടുകൂടെ വേണം നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുവാനായിട്ട്. പൗരോഹിത്യ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പൗരോഹിത്യ ധർമ്മങ്ങളിലെ ഒന്നാമത്തെ കാര്യം പഠിപ്പിക്കുന്നു എന്നതാണ്. ഈശോയെ നോക്കിക്കേ, ഈശോയുടെ പരമപ്രധാനമായ ദൗത്യം എന്താണ്? പഠിപ്പിക്കലാണ്, അല്ലേ? ഈശോ പഠിപ്പിച്ചിരുന്നു. ഇത് തന്നെയാണ് പുരോഹിതനും ചെയ്യുന്നത്. പുരോഹിതൻ നമ്മളെ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലാണ് പുരോഹിതൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അനുസരിക്കുവാനും കേൾക്കുവാനും അനുസരിക്കുവാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈശോ എന്താ പ്രഘോഷിച്ചത്? രക്ഷയുടെ മാർഗം. പുരോഹിതൻ എന്താ നമ്മളോട് പറഞ്ഞു നൽകുന്നത്? രക്ഷയുടെ മാർഗം. യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇതാണ് നമ്മൾ കേൾക്കേണ്ടത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ്? പൗരോഹിത്യ ധർമ്മത്തിലെ പഠിപ്പിക്കുന്നവൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം പൗരോഹിത്യ ധർമ്മത്തിലെ പരമപ്രധാനമായ കാര്യമാണ് വിശുദ്ധീകരിക്കുന്നവൻ. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിന്റെ ആരംഭത്തിൽ നമ്മൾ കേട്ടതാ കേട്ടോ. എങ്ങനെയാണ്? കുദാശകളിലൂടെയാണ് ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നത്. എങ്ങനെയാണ്? കുദാശകളിലൂടെയാണ് ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നത്. ഈ കുദാശകൾ പരികർമ്മം ചെയ്യുന്നത് ആരാ? പുരോഹിതൻ, അല്ലേ? അപ്പം പുരോഹിതന്റെ പരമപ്രധാനമായ മറ്റൊരു ദൗത്യം എന്താണ്? വിശുദ്ധീകരിക്കുക. എങ്ങനെ? കുദാശകള് പരികർമ്മം ചെയ്യുന്നതിലൂടെ. എനിക്ക് ഈ അച്ഛനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകത്തില്ല. എനിക്ക് ഈ അച്ഛനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കത്തില്ല. എന്നാ പറ്റും? നമ്മുടെ വിശുദ്ധീകരണം ഇല്ലാതായി പോവും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുരോഹിതന്റെ വിശുദ്ധി അല്ല ക്രിസ്തു കാണുന്നത്. പരിശുദ്ധാത്മാവിലൂടെയാണ് കുദാശകൾ വെച്ചേക്കണ ഈശോയാ. അത് വിശുദ്ധീകരണം വരുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. അതിനൊരു വ്യക്തിയെ ദൈവം വെച്ചേക്കുന്നതാ. അത് നമുക്ക് പരികർമ്മം ചെയ്യാനുണ്ട്. അപ്പൊ പുരോഹിതന്റെ രണ്ടാമത്തെ ദൗത്യം വിശുദ്ധീകരിക്കുക. പുരോഹിതന്റെ മൂന്നാമത്തെ ദൗത്യമാണ് നയിക്കുന്നവനാകുക. യഥാർത്ഥ നേതാവ് എങ്ങനെയാ? യഥാർത്ഥ നേതാവിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, അവൻ തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കും. പുരോഹിതൻ നയിക്കുന്നവനാണ്. നമ്മളെ എങ്ങോട്ട് നയിക്കും? ക്രിസ്തുവിനെങ്കിലേക്ക് നയിക്കും. പുരോഹിതൻ പ്രാർത്ഥിക്കുന്നവനാണ്. നമ്മുടെ ഇടവകയിൽ വരുന്ന അച്ഛന്മാര് കുർബാനയിലും മറ്റനുബന്ധ ശുശ്രൂഷകളും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ തിരിച്ച്, നിങ്ങളുടെ ഇടവകയിലെ വൈദികർക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കണം തിരിച്ച്. നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. നമ്മളെ യഥാർത്ഥ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ട് പര്യാപ്തമായിട്ടുള്ളതാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് നമ്മൾ തിരിച്ചറിയുക.
ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സാറ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പോർഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരൊറ്റ കാര്യം, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ഏലിയ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രവാചകൻ്റെ സറാഫത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു വിധവയുണ്ട്. ആ വിധവ മരിക്കാനായിട്ട്, ഭക്ഷണമൊന്നുമില്ല, ആ വിധവ മരിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ലാസ്റ്റത്തെ ഭക്ഷണം കഴിച്ച് മരിക്കാൻ പോവുക. അപ്പോൾ ആ വിധവയുടെ ലാസ്റ്റത്തെ ഭക്ഷണം എന്താ? ഒരു അപ്പം, ഇച്ചിരി എണ്ണയുണ്ട് അവളുടെ കയ്യിൽ. അപ്പോൾ ഈ പ്രവാചകൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭക്ഷണത്തിൻ്റെ പകുതി എനിക്ക് തരാം, നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. ഭക്ഷണത്തിൻ്റെ പകുതി എനിക്ക് തരാനാണ് പറയണത്. പകുതി കൊടുത്ത് പുരോഹിതനോട് പറയും, ഇതേ ഉള്ളൂ ആകപ്പാടെ. പക്ഷെ പകുതി കൊടുത്തിട്ട് പുരോഹിതന് കൊടുത്തു. വചനത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുകയാണ്, ആ ദേശത്ത് ക്ഷാമം അവസാനിക്കുന്നവരെ, വരൾച്ച അവസാനിക്കുന്നവരെ ഈ വിധവയുടെ കലത്തിലെ മാവ് തീർന്നതുമില്ല, എണ്ണ പറ്റിപ്പോയതുമില്ല. സാറ് ഒരു തിരുവചനം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു തിരുവചനത്തെ കോട്ട് ചെയ്യുകയാണ്. ആ തിരുവചനം മത്തായിയുടെ സുവിശേഷത്തിലെ 10:41 ഇങ്ങനെയാണ് പറയുന്നത്: പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലമുണ്ട്. സാർ അതൊന്നും തിരുത്തി പറയാണ്. ഒരു പുരോഹിതനെ പുരോഹിതനായി കരുതുന്നവന്, സ്വീകരിക്കുന്നവന് പുരോഹിതന്റെ പ്രതിഫലമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ ഈ കുദാശകളെ സ്വീകരിക്കുന്നത്, ഈ വ്യക്തികളെ സ്വീകരിക്കുന്നത്, അങ്ങനെയാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എങ്ങനെയാണോ ഈ പൗരോഹിത്യത്തെ, ഈ തിരുപ്പട്ട ശുശ്രൂഷയെ സ്വീകരിക്കുന്നത്, ഈ പുരോഹിതരെ സ്വീകരിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 10:41 ഓർത്തിരിക്കുക. പുരോഹിതനെ അല്ലെങ്കിൽ പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകന്റെ പ്രതിഫലമുണ്ട്. കണ്ണുകളെ അടയ്ക്കാം. തിരുപ്പട്ട ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ ശുശ്രൂഷയാണ്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, ഈശോയെ, എനിക്കും പത്രോസിനെ വിളിച്ചതുപോലെ ദൈവവിളി ഉണ്ടോ എന്ന് തിരിച്ചറിയുവാനായിട്ട് എന്നെ പരിശുദ്ധാത്മാവിലൂടെ സഹായിക്കണമേ എന്ന്. മക്കളെ, നിങ്ങളുടെ ജീവിതങ്ങളൊക്കെ ഈശോയുടെ മുമ്പിൽ വെച്ച് ധ്യാനിക്കണം. നിങ്ങളിലൊക്കെ ദൈവവിളിയുള്ളവരുണ്ട്. ഈശോയുടെ ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ഈശോയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ സഭ നമ്മെ വിളിക്കുന്നുണ്ട്. അപ്പം ഈ വിളി ഉണ്ടോ എന്ന് ഈ ചാപ്റ്റർ വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയട്ടെ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, തിരുപ്പട്ട ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന എല്ലാ വൈദികരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാമോദീസ മുതൽ മരണം വരെ ഞങ്ങളോടൊപ്പം കുർദാശകൾ പരികർമ്മം ചെയ്ത് ഞങ്ങളെ വിശുദ്ധിയിലേക്ക്, നിന്നിലേക്ക് നയിക്കുന്ന ഓരോ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളിൽ ദൈവവിളിയുള്ളവരുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പറഞ്ഞിരിക്കുന്ന ക്ലാസ് പ്രകാരം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കുവാൻ, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിലൂടെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.